to the sea for a getaway. Car top down and we're driving just to feel young. Moving away to the sea. Moving away, can't you see? Sand in your feet, feel the breeze in the summertime. Stars in the sky, one dime for a first time. Moving away to the sea. Moving away, can't you see? We'll drink honey by the ocean. It's our favorite potion. Come on. എല്ലാവർക്കും നമസ്കാരം. N4യുടെ പുതിയ എപ്പിസോഡിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിനെ കുറിച്ചിട്ടാണ്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ വീഡിയോയിലേക്ക് പോകാം. സിനിമാ താരങ്ങളുടെ മക്കളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പും കുറേയധികം സിനിമാ താരങ്ങളുടെ മക്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ തുടർന്ന ആളുകളുണ്ട്. എന്നാൽ പകുതി വെച്ച് പോയ ആൾക്കാരുമുണ്ട്. എന്നാൽ ഏറെക്കുറെ ഒരു 90% ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിൻ്റേതായിരുന്നു. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ മഹാപ്രതിഭയുടെ മകൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് എല്ലാ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണർത്തിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് പെട്ടെന്നൊരു സർപ്രൈസ്ഡ് ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് മീഡിയയിലൂടെയും മറ്റ് സൈറ്റുകളിലൂടെയൊക്കെ നമുക്കറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം അങ്ങനെ സിനിമയിലൊന്നും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരാളായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ എൻട്രി നമുക്കൊരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ പ്രണവ് മോഹൻലാലിന് തന്നെ ഒരു ആരാധകർ ഇങ്ങനെ സെറ്റ് ആവുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ആരാധകർ ഓട്ടോമാറ്റിക്കലി പ്രണവ് മോഹൻലാലിനെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യും. അല്ലാതെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ ആരാധകരാവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു ആദി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന് പറയുന്ന സിനിമ. അതിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ പടം റിലീസായി. അപ്പോൾ ആരാധകരെല്ലാവരും പ്രണവിൻ്റെ ആ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയുടെ മകനാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ബ്രാൻഡ് എങ്ങനെയൊക്കെ നോക്കിയാലും വന്നിരിക്കും. മോഹൻലാലുമായിട്ട് ചിലപ്പോൾ ചിലർ കമ്പയറിങ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും പ്രണവ് മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തുടരാൻ ഒരിക്കലും കഴിയില്ല. സ്വന്തമായി ആ പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആദി എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ലാലേട്ടനെ പോലെ തന്നെ കുറച്ച് സാഹസികതകളൊക്കെ ചെയ്യുവാനും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുവാനും കഴിയുന്ന നല്ല ഒരു യുവനടനെ കിട്ടിയെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും തുടക്കക്കാരൻ എന്ന നിലയിൽ കുറേയധികം പോരായ്മകൾ പ്രണവിൽ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് ഏറ്റവും ഒരു ചെറിയ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ റൊമാൻറ്റിക് സെൻറ്റിമെൻറ്റ് സീനുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി. അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ആക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അഭിനയിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തുടക്കക്കാരൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു തുടക്കക്കാരന് ഉണ്ടാകുന്ന ചെറിയ പോരായ്മകൾ പ്രണവിനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരായ്മ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചു. തുടർന്ന് അടുത്ത ഒരു പടം അനൗൺസ്മെൻറ്റ് വരുന്നു. അരുൺ ഗോപിയുമായി പ്രണവ് മോഹൻലാലിൻ്റെ മൂവി മുളകുപാടം ഫിലിംസിൻ്റെ ബാനർ 21ാം നൂറ്റാണ്ട് എന്നാണ് പടത്തിൻ്റെ ടൈറ്റിൽ. ആ രീതിയിൽ അനൗൺസ്മെൻറ്റുകൾ വരുന്നു. വീണ്ടും ഒരു ആവേശം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഇത് ഇറങ്ങിയ 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ അതേ ടൈറ്റിലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ആ ടൈറ്റിലൂടെ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഒപ്പം അരുൺ ഗോപി എന്ന് പറയുന്ന ഡയറക്ടർ രാംലീല എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം പ്രണവിനെ വെച്ച് സംവിധാനം ചെയ്യുന്നു. മുളകുപാടം ഫിലിംസ് എന്ന് പറയുന്ന ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നല്ല പ്രതീക്ഷയായിരിക്കും ആ സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ചിത്രവും തിയേറ്ററിൽ റിലീസായി. വീണ്ടും പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയ സാധ്യതകൾ വിലയിരുത്തുന്ന നിമിഷം. പക്ഷേ ഏറെക്കുറെ ആദിയിൽ കണ്ട അതേ ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു പോരായ്മകൾ തന്നെ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആക്ഷൻ സീൻസുകളിലും പാർക്കർ ജമ്പുകളിലൊക്കെ മാത്രമാണ് പ്രണവ് മോഹൻലാലിന്
ഒരു പുതുമ കൊണ്ടുവരാൻ. പുതുമയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹസികമായിട്ടുള്ള ഫൈറ്റ് സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും പ്രണവ് മോഹൻലാൽ സെൻറ്റിമെൻറ്റ്സ് അങ്ങനെയുള്ള നല്ല അഭിനയ സാധ്യതയുള്ള മെയിനായിട്ടുള്ള പാട്ടുകളിലെല്ലാം വീക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രധാനമായും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് നമുക്കിപ്പോൾ ഈ 2 ചിത്രങ്ങളിൽ നിന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻസുകളും ഇതേപോലുള്ള സാഹസ്യമായിട്ടുള്ള പരിപാടികളൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നൽകുന്നുണ്ട്. എന്നാൽ അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ് സീനുകളായാലും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി. അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി നല്ല മോശമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ സിനിമയിലും റൊമാൻറ്റിക് സീൻസുകളിലും അദ്ദേഹം വീക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് 2 സിനിമ കൊണ്ട് ഒരു ആക്ടറിനെ ജഡ്ജ് ചെയ്യാൻ കഴിയുകയില്ല. ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയുമായിട്ട് ഒരിക്കലും അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷ ഉണ്ടാവാൻ അദ്ദേഹം അങ്ങനെ നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്ന ആ ലെവലിലേക്ക് അദ്ദേഹം രണ്ടാമത്തെ സിനിമയിലും എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് ഡിഗ്രേഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് കയ്യെത്തും ദൂരത്തിൽ വരുമ്പോൾ ഫഹദ് ഫാസിലും വലിയ അഭിനേതാവൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഫഹദ് ഫാസിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ ഡിഗ്രേഡ് ചെയ്യുന്നവരെല്ലാം ഒരു നാൾ അദ്ദേഹം മാറ്റി പറയിപ്പിക്കും എന്ന ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം 1-2 സിനിമകൾ കൊണ്ട് വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രണവ് മോഹൻലാൽ തീർച്ചയായിട്ടും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യും, മികച്ച രീതിയിൽ അഭിനയിക്കും എന്നുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ നോക്കിയാലും അച്ഛൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ മകന് കിട്ടാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു മലയാള സിനിമയിലെ ടോപ്പ് ഹീറോസിൻ്റെ ലെവലിൽ പ്രണവ് മോഹൻലാൽ എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഈ 2 സിനിമകളോടുകൂടി അദ്ദേഹത്തിൻ്റെ കുറവുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ പൂർണ്ണമായി മനസ്സിലായി കാണും. അപ്പോൾ ആ കുറവുകളൊക്കെ മനസ്സിലാക്കി തുടർന്നുള്ള സിനിമകൾ അദ്ദേഹം വർക്ക് ചെയ്യട്ടെ. ഇപ്പം ലാലേട്ടൻ പ്രിയദർശൻ മൂവിയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. നല്ല സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലിൽ സ്വയമേ ഒരു വഴി ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിന്ന് ഷൂട്ട് ചെയ്തെടുത്ത് നല്ല കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. വോയിസിൻ്റെ എന്തെങ്കിലും കുറവുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി വെയിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോ കാണുക. അടുത്ത വീഡിയോ വരുന്നവരെ വീണ്ടും കാണുന്നത് വരെ